ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നേരിടുന്ന, ഭാഗ്യം ഒരു നാളും തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കേൾക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം എന്ന മഹാഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോകുന്ന സമയമാണിപ്പോൾ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പോയി ഒരു ജ്യോത്സ്യനെ കണ്ടുവരിക. അവർ പറയുന്നതും ഞാൻ പറയുന്നതും ഒന്നാണോ എന്ന് നോക്കുക. രാജയോഗം എന്ന വാക്ക് വെറുമൊരു പദമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്. കഷ്ടതകളൊക്കെ അവസാനിച്ച് ജീവിതത്തിൽ വലിയൊരു നേട്ടം കൊയ്യുന്ന സമയം. രാജയോഗത്തോടുകൂടി ജീവിക്കാൻ യോഗമുള്ള, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന, എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. നമസ്കാരം. രാജയോഗം, ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വലിയ ഭാഗ്യം, കോടീശ്വരനാകും, എന്തോ ഒരു മായാലോകം, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അതങ്ങനെയല്ല. രാജയോഗം എന്നത് ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മഹായോഗമാണ്. ഇത് വെറുമൊരു ഭാഗ്യമല്ല, ഇത് രാജാവിൻ്റെ ഭാഗ്യമാണ്. അതായത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച, നേട്ടം, വിജയം, ഒന്നിനും തടസ്സമില്ലാത്ത ഒരവസ്ഥ, ഇതാണ് രാജയോഗം. ധനയോഗം എന്നത് വേറെയാണ്. ധനയോഗം എന്നത് സമ്പത്തിൻ്റെ യോഗം. പണം, വസ്തു, സ്ഥാനം, ഇതൊക്കെ വരുന്ന ഒരവസ്ഥയാണ് ധനയോഗം. രാജയോഗം എന്നത് അതിനും മേലെ, ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു ഉയർച്ച, ഭാഗ്യം, ദൈവാനുഗ്രഹം, ഇതൊക്കെ ഒരേ സമയത്ത് വരുന്ന ഒരു അവസ്ഥയാണ് രാജയോഗം. എന്നാൽ ഒരു കാര്യം, രാജയോഗമുള്ള ജാതകത്തിൽ മാത്രം ഇത് പ്രവർത്തിക്കും. എല്ലാ നക്ഷത്രങ്ങളിലും ഇതുണ്ടാകില്ല. ചില നക്ഷത്രങ്ങളിൽ ഈ യോഗം ജന്മസമയത്ത് തന്നെ ഉണ്ട്. ചില നക്ഷത്രങ്ങളിൽ ഗ്രഹസഞ്ചാരം കൊണ്ട് ഇത് വരുന്നു. ഇനി വരുന്ന കാലഘട്ടത്തിൽ ചില നക്ഷത്രങ്ങളിൽ രാജയോഗം പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ചില നക്ഷത്രജാതകരിൽ രാജയോഗം പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണിത്. ഇവർ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തും. ഇവർക്ക് ധനയോഗം വന്നു ചേരും, സമ്പത്തിൽ ആറാടും, എല്ലാ രീതിയിലും സർവൈശ്വര്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അത് ഞാൻ എഴുതിയെടുക്കുന്നുണ്ട്, പൂജയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി അന്വേഷിച്ചോളൂ. ഈ വാതിലുകൾ തുറക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് വലിയ രാജയോഗം വരാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷേത്രദർശനം വേണം, ക്ഷേത്ര വഴിപാടുകൾ വേണം, ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ രാജയോഗത്താൽ ഈ നക്ഷത്രജാതകർ വാഴും, ഉറപ്പാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ആ നക്ഷത്രജാതകരെ അറിയാം. ഈ നക്ഷത്രങ്ങളിൽ രാജയോഗം വന്നു ചേരും, അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന, രാജയോഗം അനുഭവിച്ച് രക്ഷപ്പെടുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി ഒരു കേതു നക്ഷത്രമാണ്. ഇതിൽ രാജയോഗം വരികയാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പേറി ജീവിക്കുന്നവരാണ് അശ്വതി നക്ഷത്ര ജാതകർ. ഇവർ ഒരുപാട് അനുഭവിച്ചു. ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ്
ഈ നക്ഷത്ര ജാതകർ പോകുന്നത്. അപമാനം സഹിച്ചു, ദാരിദ്ര്യം അനുഭവിച്ചു, ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ഭാഗ്യം തിരിയുകയാണ്. ധനയോഗം ഇവരിൽ പ്രവർത്തിക്കുന്നു. കോടീശ്വര യോഗത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇനി വരുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. യമദേവന്റെ നക്ഷത്രമാണ് ഭരണി. ഈ നക്ഷത്രത്തിൽ രാജയോഗം വരുമ്പോൾ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ഒരുപാട് അനുഭവിച്ചില്ലേ? ഒരുപാട് ദുഃഖം ഉള്ളിൽ പേറി ജീവിക്കുന്നവരല്ലേ ഭരണി നക്ഷത്ര ജാതകർ? എന്നാൽ ഇനി ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകും. നക്ഷത്രഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ വലിയ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതം പാടെ മാറുന്ന സമയവുമാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. സൂര്യൻ്റെ നക്ഷത്രം. ഇതിൽ രാജയോഗം വരുമ്പോൾ സ്ഥാനം, പദവി, ആധികാരികത ഇതൊക്കെ ഉയരുന്ന സമയമാണ്. ധനയോഗം കൂടി ചേരുമ്പോൾ സമ്പത്തിൻ്റെ വാതിലുകൾ ഒന്നിനും തടസ്സമില്ലാതെ തുറക്കുന്നു. കാർത്തിക രക്ഷപ്പെടും. മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം. ഇവർക്ക് രാജയോഗമാണ്. ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത്, ഒരുപാട് ഭാഗ്യം ഇതൊക്കെ വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയമാണിത്. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഉയർച്ചയാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം മകമാണ്. മഹാഭാഗ്യത്തിൻ്റെ നക്ഷത്രമെന്ന് മകത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ നക്ഷത്രത്തിൽ രാജയോഗം പ്രവർത്തിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു. പണം ധാരാളം വന്നു ചേരാൻ പോകുന്നു. നല്ല നല്ല സ്ഥാനങ്ങൾ വരാൻ പോകുന്നു. ആളുകൾ നിങ്ങൾക്ക് പിന്നാലെ വരുന്ന ഒരവസ്ഥ വന്നു ചേരാൻ പോവുകയാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വരുന്ന അവസ്ഥയാണിത്. രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. ശുഭന്റെ നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ധനയോഗം ശക്തമാണ്. രാജയോഗം ഇവരിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. അവർ പറയുന്ന ഉപദേശപ്രകാരം ക്ഷേത്രദർശനം നടത്താറുണ്ട് പൂയ നക്ഷത്ര ജാതകർ. എന്നാൽ ആദ്യമൊക്കെ ഒരുപാട് മാറ്റം വരും. പിന്നീട് കാര്യങ്ങൾ ഒരുപാട് വഷളാകുന്നതായി കാണുവാൻ സാധിക്കും. അതൊരു ഗ്രഹദോഷം കൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ ഇനി രാജയോഗത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരത്തിൽ രാജയോഗം വരുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. പണം, വസ്തു, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. സൂര്യൻ്റെ അധികാരം. ഇതിൽ രാജയോഗം പ്രവർത്തിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടുവാൻ ഇവർക്ക് കഴിയും. ഒരുപാട് ആധികാരികത ഇവരിൽ വന്നു ചേരും. എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്ന സമയം. നിങ്ങൾ രക്ഷപ്പെടും, യാതൊരു സംശയമില്ല. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. രാവണൻ്റെ നക്ഷത്രമാണ് ഉത്രാടം. എന്നാൽ ഈ നക്ഷത്രത്തിൽ രാജയോഗം ഉണ്ടാകാൻ പോവുകയാണ്. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം സംശയിക്കുന്നുണ്ടാകാം. ഭാഗ്യം വന്നാൽ എന്ത് കാര്യം? ഞാൻ ഒന്നും ചെയ്യാതെ ഭാഗ്യം വരുമോ? അതങ്ങനെയല്ല. രാജയോഗം വരുന്നു എന്നാൽ അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രാജയോഗം വരുമ്പോൾ ചിലർക്ക് അഹങ്കാരം വരുന്നു. എനിക്കെല്ലാം വരുന്നു, ഞാൻ വലിയതാണ്. ഈ ചിന്ത വരുന്ന നിമിഷം
രാജയോഗം പോയി മറയും. ഉറപ്പാണ്, അത് സത്യമാണ്. അതുകൊണ്ട് അഹങ്കാരം പാടില്ല. ഭാഗ്യം പടിവാതിക്കൽ എത്തുമ്പോൾ അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നാൽ അതിന് നന്ദി ഉണ്ടായിരിക്കണം. നന്ദിയില്ലാത്ത മനസ്സിൽ ഭാഗ്യം നിലനിൽക്കില്ല. ധനയോഗം നിങ്ങൾക്ക് വരുമ്പോൾ ചില അസൂയാലുക്കൾ നിങ്ങളെ പല രീതിയിലും ഉപദ്രവിച്ചെന്നിരിക്കും. ഈ സമയത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് ശാന്തമായി രാജയോഗത്തിൻ്റെ വഴിയിൽ നടക്കുക. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരാൾക്കെങ്കിലും ഉപകാരമാകും. പറയാൻ കാരണം, ചിലർക്ക് രാജയോഗം വരുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും. ആ അഹങ്കാരം അത് വിനയാകും. അത് വിനയായി നമ്മുടെ രാജയോഗം പറയും. അതുകൊണ്ട് രാജയോഗം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കാലം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ശനിയാഴ്ചയും ശനീശ്വരന് നെയ്വിളക്ക് കത്തിക്കുക. ശനിദശയിൽ രാജയോഗം പ്രവർത്തിക്കുന്നവർ ശനീശ്വരൻ്റെ അനുഗ്രഹം കൂടി ചേരുമ്പോഴേ ഭാഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴം ധനയോഗത്തിൻ്റെ കാരകനാണ്. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം നടത്തുക. അപ്പോൾ ധനയോഗം ശക്തമാകും. അതുപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് ധൂപം, ദീപം, നിവേദ്യം ഇതൊക്കെ ചെയ്യുക. ദൈവാനുഗ്രഹം നിലനിർത്താൻ ഈ ചെറിയ കാര്യങ്ങൾ വലിയ ഫലങ്ങൾ നൽകും. ഞാനീ പറഞ്ഞ നക്ഷത്രഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ. വെറുമൊരു ജ്യോത്സ്യൻ്റെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാതെ ഭാഗ്യം വരില്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ ഫലം വരികയുള്ളൂ. അപ്പോൾ നെയ്വിളക്ക്, ക്ഷേത്രദർശനം, പൂജ, ധൂപദീപം, നിവേദ്യം ഇതൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. അതിന് യാതൊരു സംശയവുമില്ല. രാജയോഗം വരികയാണ്. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെ സമയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഞാനത് എഴുതിയെടുക്കുന്നുണ്ട്. പൂജയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ഉറപ്പാണ്, സത്യമാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, തീർച്ച.